നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉപ കരാറുകാരുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെയും മെല്ലെപ്പോക്ക് നയത്തിനെതിരെയും പ്രതിഷേധിച്ച് അണ്ടത്തോട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞു. വെള്ളിയാഴ്ച രാത്രി 10ഓടെയാണ് അണ്ടത്തോട് സെന്ററിൽ പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ് പൊളിക്കുന്നതിനായി ശിവാലയ കരാർ കമ്പനിയുടെ തൊഴിലാളികൾ എത്തിയത്. ഇവിടെ മാസങ്ങളോളമായി റോഡ് പൊളിച്ചിട്ടിരിക്കുന്ന ഭാഗത്തെ പ്രവൃത്തികൾ ഇതുവരെയും തീർത്തിട്ടില്ല. ഇതിന്റെ ദുരിതം ജനങ്ങളും പ്രദേശത്തെ വ്യാപാരികളും പേറുന്നതിനിടയിലാണ് വീണ്ടും റോഡ് പൊളിക്കാൻ തൊഴിലാളികൾ എത്തിയത്. ഇതോടെ ജനങ്ങൾ രോഷാകുലരാവുകയും ആദ്യം പൊളിച്ചെടുത്ത പണികൾ തീർത്തതിനു ശേഷം പുതുതായി പൊളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നിർമ്മാണം തടയുകയായിരുന്നു. അണ്ടത്തോട് കുമാരൻപടി മുതൽ തങ്ങൾപടി വരെ പടിഞ്ഞാറു ഭാഗത്തെ സർവീസ് റോഡുകളിൽ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനാകാത്ത അവസ്ഥയാണുള്ളത്. നിരവധി ഇരുചക്രവാഹനങ്ങളാണ് ഇവിടെ കുഴിയിൽ ചടിയും തെന്നിവീണും അപകടത്തിൽപ്പെടുന്നത്. മാത്രമല്ല, മഴ പെയ്താൽ അശാസ്ത്രീയമായ കാന നിർമ്മാണം മൂലം വെള്ളക്കെട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. അണ്ടത്തോട് സെന്ററിൽ കൾവെട്ട് നിർമ്മാണത്തിനായി പൊളിച്ച കുഴി ഇതുവരെയും മൂടിയിട്ടില്ല. കൾവെട്ടിനു പകരം കോൺക്രീറ്റ് പൈപ്പിടാനാണ് നിർമ്മാണ കമ്പനിയുടെ തീരുമാനം. ഇതും ശാശ്വത പരിഹാരമല്ല. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പൊടിശല്യം ഒഴിവാക്കാൻ വെള്ളം തളിക്കാനെത്തിയ ശിവാലയയുടെ ലോറി തന്നെ ഇവിടെ താഴ്ന്നുപോയിരുന്നു. ഏറെ നേരം പണിപ്പെട്ട് JCB ഉപയോഗിച്ചാണ് ലോറി വലിച്ചു കയറ്റിയത്. അണ്ടത്തോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം, ബാങ്ക്, ATM കൗണ്ടറുകൾ, മദ്രസ, പള്ളി, അമ്പലം, അങ്കണവാടി എന്നിവിടങ്ങളിലേക്കും നടന്നുപോലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് കാണിച്ച് നാട്ടുകാർ നിരവധി തവണ ഉന്നതാധികാരികൾക്ക് പരാതിപ്പെട്ടെങ്കിലും അധികൃതരാരും സ്ഥലം സന്ദർശിക്കുകയോ പ്രശ്നപരിഹാരം കാണാൻ തയ്യാറായിട്ടില്ലെന്നും പറയുന്നു. നിരവധി പേരാണ് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞ് പ്രതിഷേധിക്കവേ ഇവിടെ തടിച്ചുകൂടിയത്. പുനിയൂർക്കുളം പഞ്ചായത്ത് മെമ്പർമാരായ MV ഷിനോദ്, സെമീറ സക്കരിയ എന്നിവരും പ്രതിഷേധക്കാർക്കൊപ്പമുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് സർവീസ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. ഇങ്ങനെ അണ്ടത്തോട് നമുക്ക് പ്രശ്നമുണ്ട്. എത്ര ബൈക്കുകാരാണെന്നത് ഇവിടെ വീണത്. എന്നിട്ട് കൊടുക്കുന്ന നമുക്ക് ഫെസിലിറ്റി വേണ്ടേ? ഇത് ഫെസിലിറ്റി നമുക്ക് തരണമെന്നുള്ള ഈ ശിവാലയ എന്ന് പറഞ്ഞ കമ്പനിക്ക് ആദ്യമേ തന്നെ അവര് ആ ടെൻഡർ നോട്ടിലുണ്ട്. നമുക്ക് എന്താണ് നമ്മൾ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാന്നുള്ളതല്ലേ. ഇതൊക്കെ ഇന്ന് ഞാൻ അയച്ചതാണ്. ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. ഇന്നക്കൽക്ക് ഞാൻ പറയുകയാണെങ്കിൽ 1 വർഷം 8 മാസമായി ഈ 2 കിലോമീറ്റർ. ഒന്നാമത് മസ്ജിദ് അവിടെ. ഇന്ന് വെള്ളിയാഴ്ച. ഓരോ വെള്ളിയാഴ്ചകളിലും കയറുന്ന ആളുകൾ എന്തോരം പൊടിയാന്നറിയാം പള്ളിയിലാക്കി. സത്യം ഒരു തീരുമാനം ഇന്ന് വരെ കളക്ടർ പോലും മെയിൽ നോക്കിയിട്ടില്ല. കഴിഞ്ഞ കളക്ടർ ഇന്നിപ്പോൾ കളക്ടറേറ്റിൽ വിളിച്ചിട്ട് നമുക്ക് വിളിച്ചാൽ കിട്ടണ്ടേ? ഇതാ നമ്മൾ കളക്ടറേറ്റിൽ അടിച്ചിട്ട് കളക്ടർ പോലും അണ്ടത്തോടെ എന്താ വേറെ രാജ്യം.